സത്യം ജയിച്ചു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടോ, ഞാനൊന്ന് ഒരു പ്രാവശ്യം പറഞ്ഞോട്ടെ. ഇന്ന് 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 എനിക്ക് എൻ്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും, എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാമപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എൻ്റെ കോളേജ് മേറ്റ്, എൻ്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മുകുൾ റോത്തഗി സർ, രഞ്ജിത റോത്തഗി, പ്രഗ്യമം, വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ്, എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജീവിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവർ വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം. ഇനി അത് പോലീസിലെ ഒരു മേലുദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസുകാരും കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസ് തന്നെ നശിപ്പിക്കാൻ, തന്റെ കരിയർ ഇല്ലാതാക്കാൻ, ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചതാണ് ഈ കേസ്. ആ കള്ളക്കഥ ഇന്ന് കോടതി മുൻപാകെ പൊളിഞ്ഞിരിക്കുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത്. മുൻ ഭാര്യ മഞ്ജു ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞതിൽ നിന്നാണ് ഇതെല്ലാം തനിക്കെതിരെ തിരിഞ്ഞത്. അതിൽ ചില ക്രിമിനൽ പോലീസുകാരുടെ ഒരു സംഘം അതിന് ഒത്താശ ചെയ്തു കൊടുത്തു. മാധ്യമപ്രവർത്തകരെ, ഏതാനും ചില മാധ്യമപ്രവർത്തകരെയും മാധ്യമങ്ങളെയും ഒക്കെ സ്വാധീനിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കള്ളപ്രചാരണം നടത്തി തനിക്കെതിരെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥ കോടതി മുൻപാകെ പൊളിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ കേസിൽ 8ാം പ്രതിയായിരുന്ന, ഇപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കിയ നടൻ ദിലീപ് പ്രതികരിച്ചത്. അതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിച്ചപ്പോൾ 9 വർഷം നിങ്ങൾ പറഞ്ഞില്ലേ, സംസാരിച്ചില്ലേ ചേട്ടാ, ഒരു തവണ ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ദിലീപ് പ്രതികരണം പൂർത്തിയാക്കിയത്. പിന്തുണച്ചവർ, അവർ ആരാധകരാണെങ്കിലും അതോടൊപ്പം നിയമരംഗത്തുള്ളവർ, സുഹൃത്തുക്കൾ, അവർക്കെല്ലാം നന്ദിയും കടപ്പാടുമുണ്ട് എന്നാണ് ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനായ ശേഷം പുറത്തിറങ്ങി നടത്തിയ ആദ്യ പ്രതികരണത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഈ കേസിലെ 8ാം പ്രതിയായിരുന്ന, ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. മേൽക്കോടതികളുണ്ട്, നിയമത്തിന്റെ വഴിയിലൂടെ മേൽക്കോടതികളിലേക്ക് പോകും എന്നാണ് മുൻ DGP ഇതിന് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന, അന്ന് ADGP ആയിരുന്ന ബി സന്ധ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അന്വേഷണ ഘട്ടത്തിലുണ്ടായിരുന്ന വെല്ലുവിളികൾ, പ്രോസിക്യൂഷൻ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ചുമൊക്കെ അഡ്വക്കേറ്റ് ബി സന്ധ്യ മാധ്യമങ്ങളോട് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിലേക്ക് പോകും. ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധിന്യായം അത് അന്തിമമായ വിധിയല്ല എന്നാണ് ബി സന്ധ്യ അല്പം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും ഈ കേസിൽ 8ാം പ്രതിയായിരുന്ന, കോടതി കുറ്റവിമുക്തനാക്കിയ
ദിലീപ് എന്ന ചലച്ചിത്ര താരം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു മേലുദ്യോഗസ്ഥയും ഒരു ഉന്നത ഉദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസ് ആ സംഘമായി ചേർന്ന് ഒരു കള്ളക്കഥ തനിക്കെതിരെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. ആ കഥ കോടതി മുൻപാകെ പൊളിഞ്ഞിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ള അടക്കമുള്ളവരോട് ജീവിതം കൊണ്ട് കടപ്പെട്ടിരിക്കുന്നു എന്ന പ്രതികരണമാണ് ദിലീപ് നടത്തിയിരിക്കുന്നത്. ദിലീപ് ആലുവയിലെ വസതിയിലേക്ക് മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. ഈ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ആശ്വാസത്തോടുകൂടി പുറത്തിറങ്ങിയ നടൻ ദിലീപ് നടത്തിയ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇന്ന് എനിക്ക് എൻ്റെ കൂടെ നിന്ന എല്ലാ കുടുംബാംഗങ്ങളോടും, എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും രാമൻപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എൻ്റെ കോളേജ് മേറ്റ്, എൻ്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മൂൾ റോത്തഗി സർ, രഞ്ജിത റോത്തഗി, പ്രഗ്യ മാം, വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജീവിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞ തീരില്ല. അവർ വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് സന്തോഷം. ഇനി അതൊക്കെ നിങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.